ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 5ൻ്റെ മെഷർ മാത്തിൽ വരുന്ന കിലോഗ്രാംസിൻ്റെ ഒരു പ്രോബ്ലമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 6.875 കിലോഗ്രാംസ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞത് അത് റൈറ്റ് ഇറ്റ് ഇൻ എ ഫ്രാക്ഷൻ, അത് ഫ്രാക്ഷനിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. സോ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 6.875 ആണല്ലോ. അതിൽ പോയിൻറ്റിൻ്റെ മുൻപേ ആദ്യം വരുന്ന നമ്പർ 6 അല്ലേ? 6നെ താഴേക്ക് കുറച്ച് വലിയതാക്കി എഴുതുക. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹോൾ നമ്പർ. എന്നപ്പോൾ 6 എന്ന് നമുക്ക് കിട്ടിയില്ലേ? എന്നപ്പോൾ അതാണ് ഹോൾ നമ്പറായിട്ട് വരുന്നത്. ഇനി നമുക്ക് ന്യൂമറേറ്റർ വേണം, ഡിനോമിനേറ്റർ വേണം. ന്യൂമറേറ്റർ സിമ്പിളാണ്. പോയിന്റിന് ശേഷമുള്ള 875 നമ്മുടെ ന്യൂമറേറ്റർ. ദെൻ നമ്മുടെ ഡിനോമിനേറ്റർ കിട്ടാൻ, അടിയിലത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് വന്നു? 8, 7, 5 3 നമ്പറാണ്, 3 ഡിജിറ്റാണ് വന്നത്. സോ 3 പൂജ്യമുള്ള ആളാണ് ഡിനോമിനേറ്ററിൽ വരിക. അത് 1000 ആണ്. സോ നമ്മുടെ 6.875 എന്നുള്ള ഡെസിമലിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 6.875/1000 എന്നാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതിൽ തന്നെ വരുന്നത്. 6.875 കിലോഗ്രാംസിനെ ഗ്രാംസിൽ മാത്രമായിട്ട് എഴുതുക. ഓക്കെ, 6.875 കിലോഗ്രാംസ് എന്ന് പറയുമ്പം ഇതിൽ പോയിന്റിന് ശേഷം വരുന്ന 875 എന്ന് പറയുന്നത് ഗ്രാംസും 6 എന്ന് പറയുന്നത് കിലോഗ്രാമും ആണ്. ഈ 6നെയും നമുക്ക് ഗ്രാംസിലേക്ക് എഴുതണം. നിങ്ങളിങ്ങനെയൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഗ്രാംസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു വഴി ഉണ്ട്. ആ നമ്പറില്ലേ 6.875നെ പോയിന്റ് ഇല്ലാതെ ജസ്റ്റ് താഴേക്ക് എഴുതിയാൽ മതി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6875 ഗ്രാംസ് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് പോയി കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.